ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ആയി ഒരു ട്രാവൽ വ്ലോഗ് ഇട്ടിട്ടല്ലേ. അതുകൊണ്ട് ഇത്തവണ ഒരു ചെറിയ യാത്രാവിശേഷമായിട്ടാണ് നമ്മളുടെ വരവ്. ടൂർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പ്ലേസ് ഏതാ? ഊട്ടി കൊടൈക്കനാൽ അല്ലേ. ഇനി ഞാനായിട്ട് ആ പതിവ് തെറ്റിക്കണില്ല. നമുക്ക് ഊട്ടിയും മൈസൂരും ഒന്ന് കറങ്ങിയാലോ? ആദ്യം നമുക്ക് മൈസൂർ വിശേഷങ്ങളൊന്ന് നോക്കാം. മസിനഗുഡി വഴി ഊട്ടി പോകണമെന്ന് പറയാറില്ലേ, അതുപോലെ മൈസൂർ പോവുകയാണെങ്കിൽ ബന്ദിപ്പൂര് മുതുമല വഴി തന്നെ പോകണം. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. കയറിയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കാഴ്ച കിട്ടി. കണ്ടില്ലേ, ഒരു ആനക്കുട്ടി, ആനമ്മ, ആന വല്യമ്മയോ ആനമേമയോ വേറെ ആരോ. അപ്പോൾ പിന്നെ രസം പിടിച്ചു. ഇനി എത്ര അനിമൽസിനെ കാണും, ആരാദ്യം കാണും, അങ്ങനെ ഒരു കോമ്പറ്റീഷൻ തന്നെയായി മാറി. ആനകൾ മാത്രമല്ല കേട്ടോ, ഡീറും പീക്കോക്കും മങ്കിയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ കാണാൻ പോയത് മൈസൂർ പാലസ് ആണ്. വീക്ക് ഡേ ആയതുകൊണ്ട് അവിടെ ഒന്നും അധികം തിരക്കുണ്ടായിരുന്നില്ല. വാഡിയാർ ഡൈനാസ്റ്റി അങ്ങനെ തന്നെയാണ് അതിന് പറയാൻ തോന്നുന്നു. അവരുടെ റെസിഡൻസ് ആയിരുന്നു ഇവിടെ. ഒരുപാട് ആർക്കിടെക്ചർ കൂടിച്ചേരുന്ന ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു ആർക്കിടെക്ചറാണ് ഇതിന്. ഇൻഡോ ഇസ്ലാമിക്കും രാജ്പുത്തും അതൊക്കെയാണ് മെയിൻ തോന്നുന്നു. 120 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ. പിന്നെ ചെരുപ്പൊക്കെ അവിടെ പുറത്ത് വയ്ക്കണം. ചെരുപ്പിട്ട് നമുക്ക് അവിടെ അശുദ്ധാക്കാൻ പറ്റില്ല. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ വിട്ടത് വൃന്ദാവൻ ഗാർഡനിലേക്കാണ്. ഗാർഡനിലേക്ക് കയറുമ്പോഴേക്കും നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അതുകൊണ്ട് ആദ്യം അതിനൊരു പരിഹാരം കണ്ടു, പിന്നെ നമ്മൾ ഗാർഡൻ കണ്ടു. ഇതൊരു ടെറസ്ഡ് ബൊട്ടാനിക്കൽ പാർക്കാണ്. KRS ഡാമിൻ്റെ താഴെ നമുക്കപ്പോൾ ഡാമും കാണാം, കാവേരി റിവറും കാണാം. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ആണല്ലോ. ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യും. ഒരു അരമണിക്കൂറൊക്കെ അതുണ്ടാവും. അത് നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് തന്നെ കിടന്ന് തുള്ളാൻ തോന്നും പാട്ട് കേൾക്കുമ്പോൾ. ആദ്യം നമ്മൾ വന്ന കാര്യം സാധിച്ചു. ലൈറ്റ് ഷോ ഒക്കെ കണ്ടു. അതുകൊണ്ട് ഗാർഡൻ നമ്മൾ രാത്രിയുടെ മനോഹാരിതയിലാണ് കണ്ടത്. അതായത് കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ ഇരുട്ടത്താണ് കണ്ടത്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഭക്തിമാർഗത്തിലാണ് തുടങ്ങിയത്. രാവിലെ തന്നെ ചാമുണ്ഡി ഹിൽസിൽ പോയി. കുറച്ച് തിരക്കുണ്ടായിരുന്നു, എന്നാലും ദേവീനെ കണ്ടു, പ്രസാദം വാങ്ങി. മഹിഷാസുരനെ വധിച്ച ചാമുണ്ഡി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇത് ഏകദേശം ഒരു 3489 അടി മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കയറിയുന്ന മൈസൂർ സിറ്റി മുഴുവനും നമുക്ക് കാണാൻ പറ്റും. മൈസൂർ വന്നാൽ പിന്നെ സൂ കാണാതെ പോകാൻ പറ്റില്ലല്ലോ. സൂ കാണാൻ വേണ്ടി മാത്രം മൈസൂർ വന്നൊരു വാവക്കുട്ടി നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ മൈസൂർ സൂ കാണാൻ പോയി. അവിടെ പോയപ്പോൾ ഞങ്ങൾ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം അവിടുത്തെ ബഗ്ഗി എടുക്കുക എന്നുള്ളതായിരുന്നു. അത് എല്ലാ സ്ഥലത്തും നിർത്തി നമ്മളെല്ലാം കാണിച്ചിട്ടാണ് കൊണ്ടുപോയിരുന്നത്. ലയണിനെയും ടൈഗറിനെയൊക്കെ നമ്മളിവിടെ കേരളത്തിലും കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഗൊറില്ല, ജിറാഫ് അതൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ മൈസൂർ മൊത്തത്തിൽ കണ്ട് അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് പിന്നാലെ വരാം.